പ്രമീള ശശിധരൻ കൂടി ചേരുന്നുണ്ട്, ചെയർപേഴ്സൺ കൂടി ചേരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഈ പേര് പറയുന്നത് എന്നുള്ളതാണ്. വളരെ രഹസ്യമാക്കി വെച്ചു നഗരസഭ എന്നാണ്. വലിയ രഹസ്യമൊന്നുമില്ല. ഡോക്ടർ ഹെഡ്ഗാവറിനെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഒരു സമൂഹത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് വെക്കുന്നതന്നെ പാലക്കാട് BJP ഭരിക്കുന്ന നഗരസഭയാണെങ്കിൽ ഒരു ഹെഡ്ഗാവറിൻ്റെ പേര് വെച്ചു എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കുക എന്നുള്ളതല്ല. അവർക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു നല്ല കാര്യം ചെയ്യാനും സാധിക്കില്ല. എല്ലാറ്റിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ CPM-ൻ്റെ ആൾക്കാർ. കാരണം റോഡുകൾ മുഴുവൻ അറിയാം, ദേശീയപാതകളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന്ന ദേശീയപാതകളെയൊക്കെ ആ പിതൃത്വം മുഴുവൻ ഇപ്പോൾ പിണറായി വിജയനും റിയാസും കൂടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അത്തരത്തിൽ ഒരു പ്രവർത്തനവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വെറുലിയാണ്, അല്ലാണ്ടൊന്നുമല്ല. അതുമല്ല, 87 നഗരസഭകളിൽ പാലക്കാട് നഗരസഭ 1-ാം സ്ഥാനത്തെത്തി. ഈ 1-ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് BJPക്ക് എങ്ങനെ അവർ താറടിച്ച് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു കാരണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഡോക്ടർ ഹെഡ്ഗാവറിന്റെ പേരിൽ തന്നെ ഈ ഒരു ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ബഡ്സ് സ്കൂൾ ഒരു പ്രശ്നവുമില്ല. അവരുടെ പ്രതിഷേധിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മം, പ്രവർത്തനം നടത്തുക എന്നുള്ളത് നമ്മുടെ ധർമ്മം. നമ്മൾ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതിൽ യാതൊരു സംശയം. ഇന്ന് ഉദ്ഘാടനം ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നഗരസഭ ഭരണസമിതി അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസും CPM-ഉം അറിയിക്കുന്നത്. നേരത്തെ ഗോകുൽ അവിടുത്തെ DYFIയുടെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ജയദേവരോടും റിയാസുദ്ദീനോടും സംസാരിച്ചിരുന്നു. അവർ ശക്തമായ നിലപാടിലാണ്. അതേപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും വൈസ് ചെയർമാൻ കൃഷ്ണദാസും സംസാരിച്ചു. ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ട് പോകുമെന്ന് നഗരസഭയും അത് പറ്റില്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ നിലപാടെടുക്കുന്നതോടുകൂടി വലിയ സംഘർഷം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും രണ്ട് ഭാഗത്തും ശക്തമായ നിലപാടാണ്. ഇനി തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങളേ ഉള്ളൂ എന്നത് ഇത്തരം സാഹചര്യങ്ങളുടെയൊക്കെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.